അടുത്ത ദിവസമാണ്. പുതിയ ദിവസത്തിൽ ലോഡ് കയറ്റി. രാത്രി വന്നായിരുന്നു ഇവിടെ. രാത്രി വന്ന് ലോഡ് കയറ്റി. ആദ്യം പോയ സ്ഥലത്ത് ലോഡില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ സ്ഥലത്തേക്ക് വിട്ടായിരുന്നു. ന്യൂ ട്രക്സ് എന്ന് പറഞ്ഞിട്ട് ആ കമ്പനിയിൽ നിന്ന് ലോഡ് കയറ്റി. അതാണ് ഇപ്പോൾ നേരത്തെ കണ്ട ആ ലോഡ്. അപ്പം അതിനകത്ത് ചെയിനല്ല, ബെൽറ്റ് അടിച്ചുകൊണ്ടിരിക്കും. ഒരു വേറെ സ്റ്റീലിൻ്റെ ബെൽറ്റ് ഉണ്ട്, അതടിച്ച് ലോക്ക് ചെയ്യും ഇവർ. അതിനുശേഷം നമ്മൾ പടുത ഇട്ടിട്ട് നമ്മൾ ബെൽറ്റ് ഇട്ട് കെട്ടുക. ഇതാണ് ഇതിൻ്റെ ഒരു സെക്യൂർ ചെയ്യുന്ന പരിപാടി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഇടാം. കാരണം ഒറ്റക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ എടുക്കും പറ്റണമെങ്കിൽ അതിനിടാൻ പറ്റും. കാണിച്ചു തരാം. ഇതിങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനടിയിൽ ഇതേമാതിരി കട്ട വെച്ചിട്ടുണ്ട്. അത് കൂടാതെ തമ്മിൽ കൂട്ടിക്കെട്ടും. ഇങ്ങനെ വേണ്ട, அது எனக்கு தான். நீங்க இருந்து என்ன செய்ய போறீங்க? யூடியூப்ல போடுவாங்க. யூடியூப் சேனல் இருக்குது எனக்கு. அதுல போட்டா நிறைய பேர் பார்க்குவான். சப்ஸ்கிரைபர்ஸ் இருக்குது. ഇതാണ് ലോഡ് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനി മഹാരാഷ്ട്രയ്ക്കാണ് പോകേണ്ടത്, ബോംബെ. ബെല്ലാരിയിൽ നിന്ന് ബോംബെ പോകണം. അടുത്ത ദിവസമാണ്. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ ലോഡ് കയറ്റിയത് കാര്യങ്ങളെ കാണിച്ചുള്ളൂ. അതിനുണ്ട് പിന്നെ ഇങ്ങോട്ട് പോകുന്നു. ബോംബെക്കുള്ള ലോഡായിരുന്നു. ബോംബെക്കുള്ള ലോഡാണിത്. ഇപ്പം ഞാനൊരു 300-350 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പോൾ വണ്ടി. അപ്പം ധാർവാഡ് എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു. ധാർവാഡാണ് കർണാടക ഹൈക്കോടതിയൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു. അപ്പം ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ എനിക്ക് വഴി അറിയത്തില്ല, ബോംബെക്ക് പോകാനുള്ളത്. ആദ്യമായിട്ട് പോവാം. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ വേറെ ഉണ്ട്. ഇപ്പം പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ ഒരു മറ്റേ ഹൂബ്ലി വരുമല്ലോ. ഹൂബ്ലിക്കകത്ത് ഞാനാണെങ്കിൽ നേരെ ഇവിടെ കയറി, സിറ്റിക്കകത്തേക്ക് കയറി. അത് 8 മണിക്ക് മുമ്പ് കയറേണ്ടതാണ് ശരിക്കും. 8 മണിക്ക് മുമ്പാണ് ഈ സിറ്റിക്കകത്ത് കയറാവും. ഞാനാണെങ്കിൽ ആ ഒരു ടൈമിലാണ് ചെന്ന് കയറി കൊടുക്കും. അപ്പോഴാണെങ്കിൽ പോലീസിൻ്റെ പ്രശ്നം വരും എന്നുള്ളതുകൊണ്ട് ഒരു ഗൈഡിനെ വിളിച്ചു. ഗൈഡ് വേഗം വന്ന് വണ്ടിക്കകത്ത് കയറി എന്നെ ആ സിറ്റിക്കകത്ത് നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തിറക്കി തന്നു. ഈ ഗൂഗിൾ മാപ്പ് ഇട്ട് ഓടിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകുന്നത് ഇങ്ങനെയൊക്കെ ഓടുമ്പോഴാണ്. അത് ഈ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതേമാതിരി തന്നെ റോഡായിട്ട് തോന്നും. ഹൈവേയിൽ നിന്ന് മാറി ഓടുന്ന റോഡ് മാറി ഓടി കയറി ചെല്ലുന്നത് ചിലപ്പോൾ സിറ്റിക്കകത്തേക്കായിരിക്കും. റിംഗ് റോഡായിട്ടാണ് തോന്നിയത് എനിക്ക്. പക്ഷെ നേരെ സിറ്റിക്കകത്തേക്കാണ് കയറിയത്. അപ്പം അതുകൊണ്ട് തന്നെ ആകെ മൊത്തം കുഴപ്പമാവും. അപ്പം അങ്ങനെയൊക്കെ വന്നാൽ വലിയ ബുദ്ധിമുട്ടാവും. ഇപ്പം ഹൈവേയിലാണ് ഓടുന്നത്. കാണിച്ചു തരാം. ഇതിപ്പോൾ ബോംബെ ഹൈവേ ആണ്. പൂനെ ബോംബെ പൂനെ വഴിയാണെന്ന് തോന്നുന്നത് പോകുന്നത്. എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഇത് എങ്ങനെയൊക്കെയാണ് റൂട്ട്
ഇതോ കാര്യങ്ങളോ ഒന്നും ആരുടെ അടുത്തും ചോദിച്ച വിട്ട് കറക്റ്റായിട്ടുള്ള മറുപടി പറയുന്ന മാതിരത്തെ ആരും ഇല്ലാതാൻ. കറക്റ്റ് റൂട്ട് അറിയാവുന്ന ഒരുത്തനും അറിയില്ല. എല്ലാവരും പുതിയതും ഒക്കെയാണ്. ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ പോയവരൊക്കെ ഓടും. ഈ റൂട്ടിൽ കണ്ടിന്യൂസ് ഓടുന്നവരൊന്നും ഇല്ല. അങ്ങനെ ഓടുന്നവനാണെന്നുണ്ടെങ്കിൽ കൂടെ അത് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് തന്നെ, ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഓടുക ഇങ്ങനെ ചെയ്തിട്ട് വഴി കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ പറ്റുന്നില്ല. ഇപ്പം എനിക്കാണെങ്കിൽ തന്നെ ഇപ്പോൾ ഹൂബ്ലിക്ക് മുമ്പ് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ എങ്ങനെ വരണം എന്നുള്ളത് ഈ ഇതെവിടെയാണെന്നോ റിംഗ് റോഡ് ഏതാണെന്ന് മനസ്സിലാവില്ല. ഞാൻ നേരെ സിറ്റിക്കകത്ത് കയറാനുള്ള റോഡേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. ഹൂബ്ലി എത്തുമ്പോഴേക്കും അവിടെ നിന്ന് സർവീസ് റോഡ് കാണിക്കുക, അതിനകത്ത് കയറുക, അത് നേരെ കയറി കഴിഞ്ഞാൽ സിറ്റിക്കകത്തേക്ക് കയറുന്ന വഴിയായി. ആ റോട്ടിൽ കൂടി കയറി നേരെ വരാനേ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി തന്നെ ആയിരിക്കും കൂടുതൽ ആൾക്കാർക്ക് ഇന്ന സ്ഥലത്ത് വരുമ്പോൾ ഇന്ന മാതിരി പോകണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും ഇപ്പോൾ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്താ പറയുക, ഇപ്പം എന്തായാലും ബോംബെ പോകാനായിട്ട് ലോഡ് കയറ്റി ബോംബെക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ലോങ് ഓടാനാണ് തീരുമാനിച്ചേക്കുന്നത്. ലോങ് ഓടുക തന്നെ ചെയ്യണം. റോഡുകളൊക്കെ പരിചയപ്പെടണം. ഇച്ചിരി സമയം എടുക്കും. എന്തായാലും 1-2 മാസം എന്തായാലും എടുക്കും. തുടങ്ങിയല്ലേ ഉള്ളൂ. 10-15-20 ദിവസമായിട്ടുള്ളൂ ഞാൻ തുടങ്ങിയിട്ട്. ഉണ്ട് ഒരു മാവിൻ്റെ തോട്ടമാണ്, മാവിൻ തോട്ടം അത് ആണ്. ഈ പ്രാവശ്യമാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണത്. ഞാനാണെങ്കിൽ ഒറ്റയ്ക്കാണ് ഈ പ്രാവശ്യം ഈ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. വേറെ 2 പേരുണ്ടായിരുന്നു. ഞാൻ ലോഡ് കയറ്റാൻ ചെല്ലുമ്പോഴേക്കും അവർ ലോഡ് കയറ്റി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ നേരത്തെ പോയി. അവരുടെ കോൺടാക്ട് നമ്പറോ ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലതായി. അവർ പോയത് എന്നേലും ഒരുപാട് മുമ്പായതിൻ്റെ പേരിൽ എന്നേലും കുറേ മുമ്പിലായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത്. അവർ ചിലപ്പോൾ ഇപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കാണെങ്കിൽ ചെക്ക് പോസ്റ്റ് എവിടെയെന്ന് അറിയില്ല. RTO ചെക്ക് പോസ്റ്റ് അതും ഒരു ബുദ്ധിമുട്ടാണ്. ഇത് ഇച്ചിരി വെയിറ്റ് കൂടുതലുണ്ട് ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്നതിന്. അപ്പോൾ അതിന് മുമ്പായിട്ട് ചെക്ക് പോസ്റ്റ് അറിഞ്ഞു. ഇപ്പോൾ ബെൽഗാവി എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയാണ് പോയിക്കണത്. കണ്ട ബെൽഗാവി ഇങ്ങനെയാണത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ വീഡിയോ ഇടുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും. പിന്നെ കമൻറ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ. റോഡും കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ട്, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരണമെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് പോകാനുള്ളൊരു ഐഡിയ കിട്ടും. ഇന്ന റോഡ് ഇവിടെ ഇന്ന സ്ഥലത്ത് വരണം. ഇപ്പോൾ ബെല്ലാരിന് വിട്ടാ ഹൂബ്ലിയിൽ നിന്ന് വിട്ടാ ഇപ്പം ഈ ഇതിനിടക്ക് വരുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ഹൂബ്ലിയിൽ എവിടെയാണ് തിരിയേണ്ടത്, എങ്ങനെയാണ് തിരിയേണ്ടത് എന്നൊക്കെയുള്ള അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ട് തന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലാണെങ്കിൽ ഒരു പറ്റിയ മാപ്പ് ഏതാണെന്ന് നോക്കിയാൽ മതി. മേപ്പിൾസ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതും ഒരു കറക്റ്റ് അല്ല. ഇത് ഇന്ത്യ ഇറക്കിയേക്കുന്ന മാപ്പ് പോലും കറക്റ്റ് അല്ല. ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് കൂടുതലും പോകുന്നത്. പക്ഷേ എന്തിനാണെന്നുണ്ടെങ്കിൽ ട്രക്കിൻ്റെ ഒരു റൂട്ട് കാണിച്ചു തരാനുള്ള ഒരു ഇതില്ല. ചെറിയ ട്രക്കുകളുടെ ട്രെയിലർമാരുടെ വണ്ടികളുടെ റൂട്ട് കാണിക്കാവുന്ന ഒരു മാപ്പ് നമുക്ക് ഇന്ത്യയിലില്ല ആക്ച്വലി. അതൊരു വിഷയം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും സിറ്റിക്കകത്തേക്കും അങ്ങനെയൊക്കെ കയറിപ്പോവും. ഇതിപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചില കയറ്റങ്ങളിൽ നമ്മൾ അഡ്വാൻസ് ഇട്ട് കയറി പോകണം. അല്ലാണ്ടെങ്കിൽ എന്താ വെച്ചാൽ വണ്ടി നിന്ന് പോവും. കയറ്റമൊക്കെ വലിച്ചു കയറി വരണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസാ. കയറിക്കൊണ്ടിരിക്കുക കയറിപ്പോരും. RPM പിടിച്ച് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. കയറിപ്പോന്നു. കാണുമ്പോൾ ഒരു കയറ്റമായിട്ട് തോന്നില്ല, പക്ഷേ സംഭവം കയറ്റം തന്നെയാണ്. ഇതൊരു ഇറക്കം. അത് കഴിഞ്ഞിട്ട് കാണുമ്പോൾ കയറ്റം ഒരു ഹൈവേ, വലിയ
വലിയ ഹൈവേ ഒക്കെ ഉണ്ടാക്കി വെച്ച് കുഴികളാണ്. കുഴികളല്ല, ഈ ചെറിയ ചാട്ടങ്ങൾ ചാടുമ്പോഴേ കുഴപ്പമില്ല, എന്നെ പോയിക്കൊണ്ടിരിക്കാൻ. ഈ ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് തോന്നുന്നു എല്ലാ സാധനവും പുറത്തേക്ക് മാറ്റണം. ബാംഗ്ലൂരാണ് വിധാനസൗധ. ഇവിടെ വന്നറിയാം, ഞാനൊക്കെ ഉള്ള സമയത്ത് ബാംഗ്ലൂരായിരുന്നു വിധാനസൗധയൊക്കെ. ഇതിപ്പോ ബെൽഗാവി എന്ന് പറഞ്ഞ സ്ഥലത്താറായി. ഇങ്ങോട്ടേക്ക് മാറ്റുകയെന്ന് തോന്നുന്നു വിധാനസൗധയൊക്കെ. സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. സിറ്റിക്കകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള പരിപാടി ആയിരിക്കും ബാംഗ്ലൂരിൽ നിന്ന്. ഇതാണെങ്കിൽ മുഴുവൻ നേരം ഗാർഡ് സെക്ഷനും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നേരം വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി വലിക്കാണ്ട് വരും. ഗാർഡ് സെക്ഷനിലൊക്കെ 2 പേരുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഇങ്ങനെയുള്ള സമയത്താണ് ആലോചിക്കണേ, ഒരാളോടി വേണ്ടായിരുന്നു വണ്ടിക്കകത്ത് ഓടിക്കാനായി, വീഡിയോ എടുക്കാൻ ഒരാളല്ലെങ്കിൽ. പക്ഷെ ഒട്ട് 2 പേരോട്ട് കമ്പനി സമ്മതിക്കുകയില്ല. അല്ലാണ്ടെങ്കിൽ കമ്പനി പോയി ടെസ്റ്റ് അടിച്ച് പാസ്സായ ആരെങ്കിലും കൂടെ വരണം. ഓടിക്കാൻ അറിയാവുന്ന, എന്ന് വെച്ചാൽ ഫോർവേഡും റിവേഴ്സ് എടുക്കാൻ അറിയാവുന്ന ആരെങ്കിലും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. കിടക്കാനുള്ള സെറ്റപ്പൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് അവതാറാണ്. ടാറ്റ ആണെന്നുണ്ടെങ്കിൽ 2 പേരുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവതാറിനകത്ത് 2 പേരാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സുഖിലാൻഡ് ചെറിയ വണ്ടിയുടെ ആണോ? ഇല്ല, വലുതിൻ്റെ ആണല്ലോ. അവിടെ എങ്ങനെ ചെല്ലു പറ്റാ? അവിടെ ചെന്ന് പറ്റാൻ പറ്റില്ല. ഓ, ചെറിയ വണ്ടിയുടെയാ. ചെറിയ വണ്ടിയാണ്. എൻ്റെ ദോസ്തും കാര്യങ്ങളൊക്കെയാണ് സെയിൽസും സർവീസും. ഈ വണ്ടിയുടെ സർവീസ് കിട്ടണം. അവർ ജീപ്പ് കാണിച്ചിട്ടുണ്ട്. ബോർഡർ ആവണം. ബോർഡർ എത്തിയിട്ട് വേണം. ബോർഡർ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബോർഡർ എവിടെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ആകെ മൊത്തം ബുദ്ധിമുട്ടില്ല. ബോർഡർ എവിടെയാണെന്നറിയില്ല. അതുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റ് കടത്താനായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് അറിയില്ല. അതാണ്, ഈ വഴിക്ക് എവിടെയാണ് ബോർഡർ എന്നറിയില്ല. ആ പോണം പോലീസ്. ദിവസമായി ബോംബെക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നെത്തും. ഇന്ന് ബോംബെയിലെത്തും ഞാൻ. ഇതിപ്പോ ഒരു ടണല് മുന്നോട്ട് പോകുമ്പോൾ ടണലുണ്ട്. ടണല് കാണിക്കാം. ലോണവാല ആവുന്നു. ന്യൂ കട്രാജ് ടണൽ.
1338 മീറ്റർ, അതായത് 1 കിലോമീറ്ററും 338 മീറ്ററും ഉണ്ട് ഈ ടണല് ടോട്ടല്. ഇതിനകത്ത് നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യണം. ടണലിട്ട് ഓടുമ്പോൾ കണ്ടാ ഒരു കിലോമീറ്ററും 338 മീറ്ററുള്ള ടണലാണിത്. ഇതിന് മുന്നേ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇത് വലിയ മല കയറി ഇറങ്ങേണ്ടതായിരുന്നു, അതിനെ ഒഴിവാക്കിയതാണ്. ലോണവാല ഘാട്ട് ഭയങ്കര വലുതായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. ഞാൻ ആദ്യമായിട്ട് വരികയാണ് ബോംബെക്ക്. ഇത് തന്നെ നല്ല ഇതായിട്ടാണ് ഓടുന്നത് വണ്ടി. ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും. ഞാനിത് തീർക്കട്ടെ, ഇല്ലാണ്ടെങ്കിൽ പണി പാളും. ടണല് കഴിഞ്ഞ് പുറത്തിറങ്ങി. പക്ഷെ ഇനി ഗാർഡ് സെഷനാണ്. ഗാർഡ് സെഷനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം കണ്ടിന്യൂസ് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. ഇത് ഇതാണ് ഇവിടുത്തെ സ്പീഡ് ബ്രേക്കേഴ്സ്. ഗാർഡ് സെഷനിലെ സ്പീഡ് ബ്രേക്കർ ഇങ്ങനെയാണ്. ലോണവാലയാണിത്. ലോണവാല ഗാർഡ് സെക്ഷൻ ആണെന്നാണ് തോന്നണത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല എനിക്ക്. 2 എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്. വേറെ 2 ഗാർഡ് സെക്ഷൻ ഉണ്ട്. ഇത് ആദ്യത്തെ ഇതാണ്. അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഏതാണോ പൂനെ എടുത്തോണ്ടിരിക്കുകയാണ്. പൂനെയാണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ അമ്മേ, അവിടെ നിന്ന് വിട്ടപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എങ്ങനെ റോഡ് കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. കുറേ ദൂരം മാപ്പൊക്കെ നോക്കിയൊക്കെ ഓടിച്ചു നോക്കി. പക്ഷെ നടപടി ആവുന്നില്ല. മാപ്പൊന്നും ശരിയാവില്ല എന്ന് മനസ്സിലായി. പിന്നെ ബോംബെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങോട്ട് കാണുന്ന സാത്താര അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുടെ ബോർഡുകൾ നോക്കി ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങ് വന്നു. പൂനെ കഴിയുമ്പോൾ എക്സ്പ്രസ് ഹൈവേ കിട്ടും ബോംബെക്ക് എന്നാ പറഞ്ഞാണ്. നോക്കട്ടെ, കിട്ടുവാണെങ്കിൽ അതിനകത്ത് കയറി പോകും. ഇല്ലാണ്ടെങ്കിൽ നേരെ പൂനെക്ക് ഇറങ്ങേണ്ടി വരും എന്നാ പറയണത്. നോക്കാം ഇതെന്താ ഉണ്ടാവണേന്ന്. ഈ സ്പീഡിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി നിൽക്കില്ല, ചവിട്ടിയാളൊന്നും നിൽക്കില്ല. ആരെങ്കിലും ഒരാൾ ക്രോസ് ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നിൽക്കില്ല, ചവിട്ടിയാളൊന്നും നിൽക്കത്തില്ല. അപ്പോൾ അതിനിടെ ഇത്രയും ഡിസ്റ്റൻസ് എങ്ങനെയെങ്കിലും കീപ്പ്. ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്ന വണ്ടി കേട്ടോ, സിയാറ. ഫസ്റ്റ് ഞാനൊരു വണ്ടി ഓടിക്കുന്നതെന്ന് വെച്ചാൽ ലൈസൻസ് എടുത്തതിന് ശേഷം ആദ്യമായിട്ട്
എനിക്ക് ഓടിക്കാൻ കിട്ടിയ വണ്ടിയാണ് അത്. അപ്പോൾ സിയറ എന്ന് പറഞ്ഞ കാറ്, ടാറ്റയുടെ സിയറ. ആദ്യകാലങ്ങളിൽ ടാറ്റ സിയറ എസ്റ്റേറ്റ് അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പെടുന്ന സിയറ ഉക്കരം വണ്ടിയാണ്. അന്ന് പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള SUV വണ്ടി. ഇതൊക്കെ ഇറങ്ങിയ ശേഷമാണ് സുമോയൊക്കെ ഇറങ്ങിയത്. അത് ലക്ഷറി വണ്ടിയായിരുന്നു അന്ന് ഇറങ്ങുമ്പോൾ. ഇതിപ്പോൾ ഓക്കെയാണ്. ഇത് ലോണവാല ഘാട്ട് സെക്ഷൻ ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ 29 കിലോമീറ്റർ ലോണവാല ഏരിയയാണ്, 28 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് ഇനിയുണ്ടോന്ന് അറിയാം. അടുത്ത ഒരു ടണൽ വരുന്നുണ്ട്. സെക്കൻഡ് ടണൽ. ടണലുണ്ട് അടുത്ത് തന്നെ. മലയിലൊക്കെ ഇങ്ങനെ ഈ ആടുകളെ മേയ്ക്കാൻ വേണ്ടി വിട്ടിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ടണൽ തന്നെ, പക്ഷേങ്കിൽ ചെറുതാണ്. നേരത്തെ കണ്ടത് 1 കിലോമീറ്റർ 300 മീറ്റർ ഉണ്ടെങ്കിൽ, 1 കിലോമീറ്റർ 300 മീറ്റർ ഉണ്ടെങ്കിൽ ഇത് ചെറിയ ടണലാണ്. ഇത് 1999 ഉണ്ടാക്കിയതാണ് ഈ ടണൽ. ടണൽ കഴിഞ്ഞു. നിറച്ച് മലയാണ്. മലയുടെ ഉള്ളിൽ കൂടെ റോഡ് ഉണ്ടാക്കി. ഇതാ നല്ല പരിപാടി. ഒന്നിലേ മലയുടെ മേളിൽ കൂടെ അത്രയും പൊക്കത്തിൽ പാലം ഉണ്ടാക്കും. അത്രയും പൊക്കത്തിൽ പാലം ഉണ്ടാക്കലും പറ്റില്ല. അപ്പം മല തുറന്ന് അതിനകത്തോടെ റോഡ് ഉണ്ടാക്കുക എന്നുള്ള സെറ്റപ്പേ പറ്റുള്ളൂ. അല്ലെങ്കിൽ വണ്ടികളൊക്കെ കയറി ആകെ ബുദ്ധിമുട്ടാവും കയറാനായിട്ട്. മലയൊക്കെ കയറി വരുമ്പോഴേക്ക് അടുത്ത ടണൽ 500 മീറ്റർ ആയിട്ട് വരുന്നത്. അവിടെ എനിക്ക് ഒന്നിച്ച് വലുതാണെന്ന് തോന്നുന്നു. നമ്മളെപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ, ഈ പ്രത്യേകിച്ച് ഇത്രയും ഹെവി ആയിട്ടുള്ള വണ്ടി ഓടിക്കുമ്പോൾ, ഹെവി വെയിറ്റും കൊണ്ട് പോകുമ്പോൾ എപ്പോഴും മറ്റ് വണ്ടിയിൽ നിന്ന് നല്ല ദൂരം കീപ്പ് ചെയ്യണം. കാരണം നമുക്ക് ബ്രേക്ക് ചെയ്താലും വണ്ടി നിൽക്കില്ല, അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം അതിനുള്ള ഒരു കാൽക്കുലേഷനിൽ വേണം നമ്മളെപ്പോഴും വണ്ടി ദൂരത്ത് നിർത്തി വേണം ഇത് ഓടിക്കാനായിട്ട് എപ്പോഴും. ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ആക്സിഡൻറ്റുകൾ ഒഴിവാക്കാനും നമ്മുടെ സമയം നഷ്ടപ്പെടാതിരിക്കാനും നമുക്ക് തന്നെ യാതൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കാനും നമ്മളെപ്പോഴും നല്ല ഡിസ്റ്റൻസിൽ നിൽക്കുന്നതാണ് നല്ലത്. ഇതാണ് രണ്ടാമത്തെ ടണൽ. ഇത് എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ ഇത് കുറേ കൂടി വലിയ ടണൽ. നേരത്തെ കണ്ട ആ ടണലിനേലും നീളം കൂടിയതാണ് ടണലാണ്. ഇത് കുറച്ചുകൂടി നല്ല ടണലാണ് കേട്ടോ. ആദ്യം കയറിയ ടണലിനേലും നല്ലതാണ്. ഇറക്കമാണേ ഇത് കഴിഞ്ഞിട്ട്. ഞാനിപ്പോൾ വീഡിയോ നിർത്തുക, കാരണം ഇനി എടുത്തുകൊണ്ടിരുന്നത് ശരിയാവില്ല.
നോക്കട്ടെ. നമ്മുടെ കുതിരാങ്കേറ്റിലുള്ള ടണലിൽ ഇടയ്ക്ക് ഓരോ വഴികളുണ്ട്. നമുക്ക് മാറി ഇപ്പം എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അപ്പുറത്തേക്ക് മാറി ഓടാനായിട്ട്. ഇതിനകത്ത് അങ്ങനെ ഒരു വഴി കാണുന്നില്ല. എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. GPS signal lost. അത് ഇത്രയും ദൂരം ഉണ്ടായിരുന്നു ടണലിന്. കഴിഞ്ഞു. പുറത്തേക്ക് വരികയാണ്. ആ വെട്ടം കാണുന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗാർഡ് സെക്ഷൻ ആയിരിക്കും. ശ്രദ്ധിച്ച് ഓടിക്കണം. മൂന്നാമത്തെ ടണലായി. ആദ്യത്തെ വലിയ ഒരു 1.300, രണ്ടാമത്തെ ഒരു ചെറിയ ടണല്, ഇതും ഒരു ചെടി വലിയ ടണല്. അങ്ങനെ 3 ടണലായി. ഖണ്ടാല ടണല്, ഖണ്ടാല ലോണവാല കഴിഞ്ഞത്. ഇത് ഖണ്ടാല ടണല്. അത്തിക്ക ഖണ്ടാല എന്ന് പറയില്ലേ, അതാണത്. ഖണ്ടാല പ്രശ്നമാ ഇത്. പിന്നെ ഖണ്ടാല ഘാട്ടും ലോണാവാല ഘാട്ടും ഇറങ്ങി എന്നുള്ള വിശ്വാസത്തിലാണ്. അറിയത്തില്ല. ഇപ്പം ഹൈവേ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂര് മുംബൈ ഹൈവേ ആണ്. എക്സ്പ്രസ് ഹൈവേ ആണത്. അപ്പോൾ ഇതിനകത്ത് ആണിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് തന്നെയാണ് ഈ പറഞ്ഞ ഖണ്ടാല ഘാട്ടും ലോണാവാല ഘാട്ടും ഒക്കെ വരുന്നത്. പക്ഷേ ഈ ബുദ്ധിമുട്ട് ആ സാധനം ഇറക്കിക്കൊണ്ട് വരാനായിട്ട്. ആദ്യമായിട്ട് ഇറക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെ ഇറക്കിയത്. ദൈവത്തിന് മാത്രം അറിയത്തുള്ളൂ. ഓക്കെ, മുന്നോട്ട് കാണിച്ചു തരാം. ഇതാണ് മുംബൈ എക്സ്പ്രസ് ഹൈവേ. ഞാൻ കാണിച്ചു 2-3 ടണൽ കാണിച്ചു. പിന്നെ പണ്ട് നേരത്തെയൊക്കെ ഈ റോഡൊക്കെ വരുന്നതിന് മുമ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നായിരിക്കും ഇത്. ഇപ്പോഴും അതെ, ഇപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തോ ഭാഗ്യം കൊണ്ട് ഞാനിങ്ങ് ഇറങ്ങി പോന്നേക്കുന്നതാണ്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ദൈവത്തിൻ്റെ കുറ്റം കൊണ്ട്. അപ്പം ഇനി മുന്നോട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇറക്കിയിട്ട് അടുത്ത് ഏതാണെന്നുള്ളത് നോക്കണം. അടുത്ത എങ്ങോട്ടാണ് പോകേണ്ട ട്രിപ്പാണ്. മിക്കവാറും കാലിക്ക് ഗുജറാത്തിലേക്ക് പോകാനേ പറയുള്ളൂ. ഗുജറാത്തിൽ ചെന്നിട്ട് അവിടെ ഒന്ന് ലോഡ് എടുക്കാനായിരിക്കുള്ളൂ. നോക്കട്ടെ. ഇതിപ്പോൾ ഏതാണ്ട് 80 കിലോമീറ്ററോളം ഉണ്ട് എനിക്ക് ഈ ലോഡ് ഇറക്കേണ്ട സ്ഥലത്തേക്ക് മാപ്പിനകത്ത് കാണിക്കുന്നത്. മാപ്പിന് എനിക്ക് ഒട്ടും വിശ്വാസമില്ല ഇപ്പം. കാരണം ഉള്ള വഴി എല്ലാം തെറ്റിച്ച് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഞാനിനിയിപ്പോൾ വഴിയിൽ നിർത്തി ആരെങ്കിലും ചോദിച്ചിട്ടേ പോവുള്ളൂ ഉറപ്പായിട്ടും. ഈ മാപ്പിനെ വിശ്വസിച്ച് പോകാനായിട്ട് എന്നെ കൊണ്ട് വയ്യ. ആരെങ്കിലും ചോദിക്കണം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോകാവുന്ന രീതിയിലേക്ക് ആക്കണം. അല്ലാണ്ടെങ്കിൽ വഴി തെറ്റിക്കഴിഞ്ഞാൽ തെറ്റിക്കാത്ത കയറി കറങ്ങിക്കഴിഞ്ഞാൽ ബോംബെ ആണ്. ഒരു സുഖവും കാണില്ല. ഇത് എന്താ പറയണത്, മറ്റേ എക്സ്പ്രസ് ഹൈവേ എന്നുള്ള പേരും ഇങ്ങനെ ചാടിയുള്ള യാത്രയാണ്. റോഡ് ഭയങ്കര മോശമായി. ഇങ്ങനെ ചാട്ടമാണ് വണ്ടി. ഒരു സ്മൂത്ത്നെസ് ഇല്ല. അതായത് ഇത് ടാർ ചെയ്തില്ല. ഈ കോൺക്രീറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കോൺക്രീറ്റ് ഇട്ടാണ് ആ ജോയിന്റുകളൊക്കെ ഇങ്ങനെ പൊങ്ങി ഇരിക്കണം. അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ ചാടും വണ്ടി. ഇതേമാതിരി അല്ല, ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും.
അടുത്ത എൻ്റെ അമ്മയെ ടണൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞില്ലായിരുന്നാ. ഇത് കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നണം കേട്ടാ. അടുത്ത ടണൽ നോക്കട്ടെ. ചെറിയ ടണലാ, ചെറിയ മലകൾ. ആദ്യം നടുക്ക് രണ്ടാമത്തെ ടണലില്ലേ എന്ന് പറഞ്ഞ മാതിരി തന്നെ ചെറിയ ടണലാണത്. ഞാനിപ്പോൾ ഓടിക്കുന്ന ലൈനിലാണ് ഹെവി വണ്ടികളെല്ലാം ഓടിക്കേണ്ടത്. മറ്റേ 2 ലൈനിൽ കാറുകൾക്ക് പോകാനുള്ളതാണ്. ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. പോലീസാണ് ഏതോ VIP കൊണ്ട് പോകുന്നത് കാണുന്നത്. അപ്പം നിർത്തട്ടെ. ബോംബെ എന്താണ് അവസ്ഥയെന്ന് എനിക്ക് അറിയില്ല, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ആദ്യമായിട്ട് പോവാ, കേട്ടിട്ടേ ഉള്ളൂ ബോംബെയെ പറ്റിയൊക്കെ. ഇത് ഭീവണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വണ്ടി. ഇത് ലോഡ് ഭീവണ്ടി എന്ന് തന്നെ തോന്നുന്നു ആ സ്ഥലത്തിൻ്റെ പേര്. അവിടത്തേക്കാണ് ലോഡ്. അവിടെ കൊണ്ടുപോയി ഇറക്കണം. ഓക്കെ. ഇതിനകത്ത് ക്യാമറയ്ക്കകത്ത് കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്കിൽ എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് മുംബൈയുടെ ഹൈ റൈസ് ബിൽഡിങ്ങുകളിലെ ആദ്യത്തെ കാഴ്ച. ഇവിടുന്ന് അത്രയും ദൂരത്തിൽ കാണാൻ പറ്റും. പക്ഷേ ഈ ക്യാമറയ്ക്കകത്ത് അത്രയും കിട്ടൂലല്ലോ. നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറയല്ലേ, മൊബൈലിൻ്റെ അല്ല. ഇനിയിപ്പോൾ DSLR ആണെങ്കിൽ പോലും അത്രയും കൂടിയ ക്യാമറകൾ എല്ലായിടത്തും സ്റ്റാറ്റിക്കായിട്ടൊക്കെ നിർത്തിയിട്ടൊക്കെ എടുത്താൽ മാത്രമേ ഇങ്ങനത്തെ ബിൽഡിങ്ങുകളൊക്കെ കിട്ടുള്ളൂ. മറ്റേ പാല പൂത്തേക്ക് പാലപ്പൂവാണത്. ഈ കാണുന്നത് മുഴുവൻ പാലയാണ്. എക്സൈറ്റ്മെന്റ് ഉണ്ട്, അതേമാതിരി ടെൻഷനും ഉണ്ട് കേട്ടോ. എക്സൈറ്റ്മെന്റ് ബോംബെയിൽ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ്, പക്ഷേ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി അതിൻ്റെ പേരിലുള്ള പേടിയാണ്. കാരണം ഇത് ഇതിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും വഴി കൂടി പോകാൻ പറ്റുമായിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഈ കാറുമാരിയൊക്കെ. പക്ഷേ ഇത് കറക്റ്റായിട്ടുള്ള റൂട്ടിൽ കൂടി അല്ലെങ്കിൽ നമ്മൾ ആകെ മൊത്തം പെട്ട് പണ്ടാടങ്ങി പോകും. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ടെൻഷനേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഗൂഗിൾ മാപ്പ് നോക്കി പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അവരെ വിളിച്ച് പറഞ്ഞിട്ട് തന്നെ ചോദിച്ചൊക്കെ പോകണം. ഭീവണ്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഭീവണ്ടിയിൽ ചെന്നാലും പോരല്ലോ, ഈ പറഞ്ഞ സാധനത്തിൻ്റെ അടുത്തിലുണ്ട് ഈ സ്ഥാപനം. ഇത് ഇറക്കേണ്ട സ്ഥാപനത്തിൻ്റെ അടുത്തും ചെല്ലണം. അതിനു മുമ്പായിട്ട് ഇതിനെ വെയിറ്റ് നോക്കണം. അതിൻ്റെ ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ടല്ലോ അതിനെ. പക്ഷെ ഇത് എങ്ങനെയാണ് എവിടെയാണെന്നുള്ളതിനെ പറ്റി ഒരു പിടിയുണ്ടാവും. അതാ വിഷയം. ഇപ്പം ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ടാവും ബിൽഡിങ്ങുകൾ. ഈ സേഫ് ആൻഡ് ഹാപ്പി ജേണി എന്നുള്ളത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കാണാൻ പറ്റുമായിരിക്കും നമുക്ക് ബിൽഡിങ്ങുകൾ. ചാട്ടമാണ് വണ്ടി, അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല.
വണ്ടി ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ റോഡ് അത്രയും എക്സ്പ്രസ് ഹൈവേയുടെ കാശൊക്കെ മേടിക്കണ്ടെന്നുള്ള അല്ലാണ്ട് ഒരു ഗുണവുമില്ല. ഈ വീഡിയോ ചിലപ്പോൾ 2 or 3 ആയിട്ടായിരിക്കും ഇടാൻ പറ്റുള്ളൂ. കാരണം അത്രയും എക്സൈറ്റ്മെൻറ്റും അത്രയും ഇതുമുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ നീണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. കൂടുതലും റോഡും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ ഇതിനകത്ത്. വേറെ കാരണം എനിക്കിത് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള സമയവും കാര്യങ്ങളും ഇല്ലല്ലോ. മാക്സിമം ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ എനിക്ക് കിട്ടുന്ന സമയത്ത്. പൻവേൽ മുംബൈ 63 കാണിക്കണ്ടെങ്കിൽ ഇപ്പോഴേ നോക്കി ബിൽഡിങ്ങുകൾ. പൻവേലായിട്ടുള്ളൂ. പൻവേൽ കല്യാൺ 45, പൻവേൽ 10-12 കിലോമീറ്റർ. പിന്നെ ബോംബെ അത്ര തന്നെ. അയ്യോ, ഇത് നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ബിൽഡിങ്. ഇപ്പൊ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട്. കാണുന്നുണ്ടോ നിങ്ങൾ? ആദ്യത്തെ ബിൽഡിങ് കണ്ടത് ഇവിടെ വന്ന് എത്ര നേരമായിട്ട്. ഹൈ റൈസ് ബിൽഡിങ്. ലാസ്റ്റ് ലോഡും ഇറക്കുവാണ്. 2 ഉള്ളൂ. പിന്നെ അതിൽ വെച്ച് ഇറക്കി കഴിയപ്പം. ഇനിയിപ്പം ലോഡ് കഴിഞ്ഞു. ലോഡ് ഇറക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ലോഡ് എവിടെയാണെന്നുള്ളത് നോക്കണം. ഇത്രയേ ഉള്ളൂ.
साइड में क्या रास्ता ले दीजिए അപ്പം ഇതെല്ലാം ഇറക്കി എന്താ പറയണത് എൻ്റെ കോയിൽ മുഴുവൻ ഇറക്കി അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം റിസീവ്ഡ് ബില്ല് കിട്ടി ഇത്രയേ ഉള്ളൂ പരിപാടി. ആ കോയിൽ ഇറക്കുന്നത് ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ തൂക്കം എടുക്കാൻ പോകണമായിരുന്നു. ആദ്യം തന്നെ വേബ്രിഡ്ജിൽ കൊണ്ടുപോയായിരുന്നു. ലോഡ് ഇരിക്കുമ്പോൾ തന്നെ ലോഡോടി വേബ്രിഡ്ജിൽ പോയി തൂക്കം എടുക്കും. അത് കഴിഞ്ഞിട്ട് ലോഡ് ഇറക്കിയതിന് ശേഷം വീണ്ടും പോയി തൂക്കം എടുക്കും. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കൊണ്ടുവന്ന് കൊടുത്തു കഴിയുമ്പോഴേക്കും ഇതേമാതിരി റിസീവ്ഡ് ബില്ല് കിട്ടും. റിസീവ്ഡ് ബില്ല് അയച്ചു കഴിയുമ്പോൾ അടുത്ത ട്രിപ്പിൻ്റെ ഡീറ്റെയിൽ എനിക്ക് തരും. എങ്ങോട്ടാണ് പോകേണ്ടതെന്നും ഡീറ്റെയിലും എൻ്റെ ലോഡ് നോക്കുന്ന ആളുണ്ട്. അദ്ദേഹം എനിക്കതിന് ഡീറ്റെയിൽ തരും. അപ്പോൾ അതനുസരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയാൽ മതി. പിന്നെ അപ്പം ഇനി അടുത്ത ഒരു ലോഡ് എടുക്കാൻ പോകുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.